ഹലോ മൈ ഗായ്സ്. അപ്പോൾ നമുക്ക് ഫിഷ് പൊള്ളിച്ചത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത്, നമ്മൾ ഫിഷിൽ നല്ലോണം വരഞ്ഞതിന് ശേഷം നമുക്ക് ആ ഫിഷിൽ മസാല നല്ലോണം പിടിക്കാൻ വേണ്ടി നല്ലോണം ഒന്ന് വരയണം കേട്ടോ. ഇതാ ഞാൻ മൊത്തം ഫിഷ് വരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. ഇതാ നമ്മുടെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ അടുത്തതായി ആഡ് ചെയ്യാൻ പോണത് ഫിഷ് മസാലയാണ്. ഫിഷ് മസാല കുറച്ച് കട്ടായിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ച് കട്ടായിട്ടുണ്ട് കേട്ടോ ഫിഷ് മസാല. അപ്പോൾ ഞാൻ ഫിഷ് മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ആഡ് ചെയ്യാൻ പോണത് ഉപ്പാണ്. ഉപ്പ് നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വെളുത്തുള്ളി പേസ്റ്റും കാന്താരി മുളക് അരച്ചതും. മുളകും പൊടിൻ്റെ പകരമാണ് ഞാൻ ഇവിടെ കാന്താരി മുളക് എടുക്കുന്നത്. എരിവ് നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എരിവിൻ്റെ പകരമാണ്, മുളകും പൊടിൻ്റെ പകരമാണ് ഞാൻ ഇവിടെ കാന്താരി മുളക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. ഇതവിടെ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്തിട്ട് കാണാം. ഇതാ ഞാൻ മൊത്തം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വാട്ടിയ വാഴയില വെച്ചതിന് ശേഷം നമുക്ക് ആ വാഴയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കലാണ് അടുത്തത്. നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ വെച്ചതിന് ശേഷം നേരത്തെ മസാല തേച്ച് മാറ്റി വെച്ച ഫിഷ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ആ തേങ്ങാപ്പാൽ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇതിൻ്റെ മുകളിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഞാൻ തേങ്ങാപ്പാൽ ചേർക്കാൻ പോവാം. ഇനി തേങ്ങാപ്പാൽ ചേർക്കാം അതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടി. ഇപ്പം എല്ലായിടത്തും നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തം തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ഇതൊന്ന് മൂടി വെക്കാം. ഇത് തേങ്ങാപ്പാൽ ചെറുതായി വറ്റി വരുമ്പോൾ നമുക്കിനി കുറച്ചും കൂടി തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാ കുറച്ച് തേങ്ങാപ്പാൽ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വെക്കാം. ഇതൊന്നും കൂടി വറ്റിക്കോട്ടെ. അടുത്തതാണ് ഞാൻ ചെയ്യുന്നത്, ഈ ഫിഷ് ഇതിപ്പോൾ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക്
കറിവേപ്പിൻ്റെ ഇല വെക്കലാണ് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് ഇതൊന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഫിഷ് പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സാധനത്തിലേക്ക് തീരെ എണ്ണ വേണ്ട. ഇതിൽ അധികം ആവശ്യമുള്ള സംഭവങ്ങൾ എന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ, പിന്നെ ഫിഷ് മസാല, പിന്നെ അങ്ങനെ കുറച്ച് മസാല ഐറ്റംസ് മാത്രം മതി. അല്ലാതെ എണ്ണ എന്നൊരു സംഭവം തന്നെ വേണ്ട. സാധാ നമ്മൾ എണ്ണയിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടി പകരം ഇത് ഉണ്ടാക്കി നോക്കലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള സംഭവമാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്, പിന്നെ നല്ല സോഫ്റ്റൊക്കെയാണ്. ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം വെന്തിക്കണമെന്ന്. അപ്പോൾ നോക്കി ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം വെന്തിക്കണമെന്ന് നോക്കി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ പകത്ത് തരുന്ന അടിപൊളി ടേസ്റ്റാണ്.